അച്ഛന്മാരെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവുമെന്ന് ചില അണ്ണന്മാരൊക്കെ പറയുന്നു. ഈ പറഞ്ഞിട്ടങ്ങ് പോവുകയെന്നല്ലാതെ എന്താണ് അതിന് ചെയ്യേണ്ടത്, അതങ്ങ് ചെയ്യാതെ ഇരുന്നാ മതിയോ, ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഇതൊന്നും പറയാതെ മൊത്തത്തിൽ വന്നിട്ട് ഈ അണ്ണനങ്ങ് പറയുക ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ടാറ്റു സ്റ്റുഡിയോ ഒരു സ്ഥലത്ത് നിയമപരമായി പ്രവർത്തിക്കണമെങ്കിൽ, അതിന്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ അവർ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് അത് നോക്കാനുള്ള സാർമാര് വേറെ ഉണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ പഞ്ചായത്ത് അധികാരികൾ, കുറെ ആൾക്കാരുണ്ട്. ഇവരെല്ലാം സർട്ടിഫൈ ചെയ്തതിനു ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ഇതൊന്നും ഇല്ലാതെ ചില അണ്ണന്മാര് വന്നിട്ട് അവരുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കുറെ ചേച്ചിമാരെ ഒക്കെ കണ്ടിട്ട് അവരെ ഇളക്കാൻ വേണ്ടി പറയുന്നൊരു ഡയലോഗാണ്, ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുവേ, ഇനി ചെയ്യണ്ടേ എന്ന്. ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം, ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അതിപ്പോ എന്താ പറയുന്നത്, സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ലങ് ക്യാൻസർ ഉണ്ടാവും, ചോറ് തിന്നു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉണ്ടാവും, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും എന്നൊക്കെ പറയുന്ന പോലെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു ടാറ്റു അടിക്കാനായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഒന്നാമത്തെ കാര്യം, അവരുപയോഗിക്കുന്ന വേഗൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള, അതായത് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാത്ത വേഗൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇങ്ക് ആണ് അവർ ഉപയോഗിക്കുന്നത്. ഈ കൊബാൾട്ട്, ക്രോമിയം, മെർക്കുറി, ഈ സാധനങ്ങളൊക്കെ അടങ്ങിയ ഇങ്കുകളൊക്കെ ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി അത് ക്യാൻസറോജനിക്കാണ്, ഉണ്ടാവാൻ സാധ്യതയാണ്. ഇല്ലാതെ കൊബാൾട്ട് ഇത് വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ അങ്ങ് ക്യാൻസർ വരുമൊന്നുമല്ല. ഇന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയാൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയാണ്. ഇതില്ലാത്ത സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നെ റോഡ് സൈഡിൽ ഇരിക്കുന്ന ബംഗാളികളുടെ ചേട്ടത്തേണ്ട ഇവിടെ ഒരു 50 രൂപയുടെ ടാറ്റു അടിച്ചു തരൂ, ഇവിടെ ഒരു 100 രൂപയ്ക്ക് അടിച്ചു തരൂ എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് അടിച്ചിട്ട് ഞാനാണ് പോയി അടിക്കണമെങ്കിൽ എനിക്ക് 50 രൂപയ്ക്ക് ഞാൻ ആഗ്രഹിച്ച സാധനം എനിക്ക് കിട്ടി. പക്ഷെ അതിന്റെ കൂടെ എന്തെങ്കിലും ബോണസും കിട്ടിയോ, ഇതും നമ്മൾ അറിയണം. അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങൾ 10 രൂപ കൂടി കഴിഞ്ഞു കഴിഞ്ഞാലോ ഒരു ടാറ്റു സ്റ്റുഡിയോയിൽ തന്നെ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ടാറ്റു സ്റ്റുഡിയോയിൽ, സൈക്കോ ടാറ്റു സ്റ്റുഡിയോയിലാണെങ്കിൽ നമ്മളൊരു ടാറ്റു ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തും ഈ നീഡിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ നീഡിൽ പൊട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കയറിയാൽ